നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ട്രെയിനിങ്ങിന് മടങ്ങിയെത്തിയിരിക്കുന്നത് ബ്രേക്കിന് മുമ്പുള്ളതിനേക്കാൾ കരുത്തനായിട്ടാണ്. കൂടുതൽ മികച്ച ഷേപ്പിലാണ്. അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്, താൻ ഡെലിവർ ചെയ്തേ പറ്റൂ, മികച്ച പെർഫോമൻസ് നടത്തിയേ പറ്റൂ. അതാണ് ഈ ഷോർട്ട് ടേം ഡീലിലൂടെ ഉദ്ദേശിക്കുന്നത്. സാന്റോസുമായിട്ടുള്ള പുതിയ കോൺട്രാക്റ്റിലൂടെ മികച്ച പ്രകടനം നടത്തുക, ആഞ്ചലോട്ടിയുടെ സ്കോഡിൽ ഇടം പിടിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇക്കാര്യം ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൂക്കാസ് മൊസെറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്: നെയ്മർ ഗ്രേറ്റ് ഷേപ്പിലാണ് ട്രെയിനിങ്ങിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് മികച്ച രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, സാന്റോസിൻ്റെ പ്ലേയേഴ്സിന് വെക്കേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച. പക്ഷേ നെയ്മർ ജൂനിയർക്ക് അതില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ മാൻഷനിൽ ഫിസിക്കൽ ട്രെയിനർ റിക്കാർഡോ റോസക്കൊപ്പം കഠിനമായിട്ട് ട്രെയിനിങ് നടത്തുകയായിരുന്നു. സാന്റോസ് സ്റ്റാർ ഇപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ ഇരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ മികച്ച ഫിറ്റ്നസ്സിലാണുള്ളത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നെയ്മർ ജൂനിയർക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റിയും മറ്റുമൊക്കെ ആയിട്ട് മറ്റു പരിക്കുകളും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാന്റോസും കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെയ്മറുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, നെയ്മർ ഈസ് ഇൻ എക്സലൻ്റ് കണ്ടീഷൻ. ഒരു പക്ഷേ ഈവൻ ബെറ്റർ ദാൻ ഹി വാസ് ബിഫോർ ദി ബ്രേക്കിന് മുമ്പ് നെയ്മർ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് മുന്നിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. നെയ്മർക്കറിയാം, ഈ കോൺട്രാക്റ്റ് പുതുക്കുമ്പോൾ ഹി മസ്റ്റ് ഡെലിവർ. അത് നെയ്മർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് മാച്ചസ് കളിക്കുക, തുടരെ മത്സരങ്ങൾ കളിക്കുക, അങ്ങനെ കാർലോ അഞ്ചലോട്ടിയുടെ ബ്രസീലിയൻ സ്ക്വാഡിൽ ഇടം പിടിക്കുക. കൃത്യമായ ലക്ഷ്യം വെച്ചാണ് നെയ്മർ മുന്നേറുന്നത് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഏതായാലും അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നെയ്മറിൽ നിന്ന് മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഇനി സെപ്റ്റംബർ മാസത്തിലാണ് ബ്രസീലിൻ്റെ അടുത്ത കോളപ്പ് വരിക. അപ്പോഴേക്കും മികച്ച ഫോമിലെത്തിയിട്ട് ആഞ്ചലോട്ടിയുടെ സ്ക്വാഡിൽ ഇടം പിടിക്കുക, അത് തന്നെയാണ് നെയ്മറുടെ ലക്ഷ്യം. പിന്നെ 2026 ആ വേൾഡ് കപ്പ് എന്ന വലിയ ലക്ഷ്യവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.